ഹലോ എവ്രി വൺ, എല്ലാവർക്കും നമ്മുടെ പുതുപുത്തൻ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത് റിയൽമിയുടെ നാർസോ 70 Pro 5G ഫോണാണ്. ബെസ്റ്റ് ക്യാമറയാണ്. അണ്ടർ 20,000 സെഗ്മെൻറ്റിൽ മാർക്കറ്റ് ആകെ അങ്ങ് ഇളക്കി മറിച്ച ഫോണാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഫോണൊന്ന് അൺബോക്സ് ചെയ്യാം. നീല കളർ ബോക്സ്. അപ്പോൾ നമുക്കിത് പതുക്കെ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഫസ്റ്റ് തന്നെ 6 മാസത്തെ വാറൻറ്റി എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു QR കോഡാണ് നമുക്ക് ഇതിൽ തന്നിരിക്കുന്നത്. ഏറ്റവും ആദ്യം ഒരു TPU കേസാണ് തന്നിരിക്കുന്നത്. ക്വാളിറ്റി വളരെയധികം നല്ലതാണ്. സംഭവം ഫ്ലെക്സിബിൾ ആണ്. ഈ ഫോണിൻ്റെ ഒപ്പം തന്നെ നമുക്ക് സിം ചെക്ടർ ടൂളും കുറച്ച് ഡോക്യുമെൻറ്റേഷൻസും കാണാനായിട്ട് സാധിക്കും. നമുക്ക് ഫോണിലേക്ക് വരാം. ഒരു ബോക്സി ഡിസൈനാണ്. ഇൻ ഹാൻഡ് ഫീൽ അത്രയും വെരി ഗുഡ് അല്ല. കേസിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നമുക്ക് കംഫർട്ടബിൾ. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബോക്സിൻ്റെ അകത്ത് തന്നെ 67 വാട്ടിൻ്റെ സൂപ്പർ വൂക്ക് ചാർജർ കമ്പനി തന്നെ തന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ USB Type A to C കേബിളും തന്നിട്ടുണ്ട്. പിന്നെ ചാർജറിൻ്റെ ഒരു ബോക്സി ഡിസൈൻ വളരെയധികം അട്രാക്റ്റീവാണ്. കമ്പനി ക്ലെയിം ചെയ്യുന്നത് 42 മിനിറ്റ്സിനകത്ത് 0 to 100 നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും എന്നാണ്. സോ നമുക്ക് ഡിസൈനിലോട്ട് പോയി കഴിഞ്ഞാൽ റിയൽമിക്കാർ ഇത്തവണ കുറച്ചൊന്ന് മാറ്റി ചിന്തിച്ചിട്ടുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഒപ്പം നമുക്ക് 2 കളർ കോമ്പിനേഷനാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഒന്ന് ഗ്ലാസ് ഗ്രീനും രണ്ടാമത് ഗ്ലാസ് ഗോൾഡ് എന്നൊരു വേരിയൻ്റാണ്. ഈ ഫോണിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 199 grams ആണ്. നമുക്ക് ഈ ഫോണിനോടൊപ്പം തന്നെ ഒരു ചെറിയൊരു സ്ക്രീൻ ഗാർഡ് അവർ തരുന്നുണ്ട്. നമ്മുടെ ഫോണിനെ സ്ക്രാച്ചിൽ നിന്നൊക്കെ രക്ഷിക്കാനാണ് ആ സ്ക്രീൻ ഗാർഡ്. പക്ഷേ ഒരു ടെമ്പേർഡ് ഗ്ലാസ് ഉപയോഗിക്കാനായി ശ്രമിക്കുക. ഈ ഫോണിൻ്റെ IP റേറ്റിംഗ് സർട്ടിഫിക്കേഷനെ കുറിച്ച്, ഈ ഫോൺ നമുക്ക് ഗ്ലാസ് ബാക്കാണ് നൽകുന്നത്. ബാക്ക് ക്യാമറയുടെ ചുറ്റുമുള്ള ഗ്ലാസ് ഒരു ഗ്ലോസി ഫിനിഷാണ് നൽകിയിരിക്കുന്നത്. അതിൻ്റെ അടിവശത്തായി മാറ്റ് ഫിനിഷാണ് നൽകിയിരിക്കുന്നത്. സോ നമ്മുടെ ഗ്ലോസി പോർഷനിൽ ഫിംഗർ പ്രിൻ്റ് പതിയാനുള്ള സാധ്യതകളുണ്ട്. പോർട്സ് ആൻഡ് ബട്ടൺസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫോണിൻ്റെ അടിവശത്തായിട്ട് സ്പീക്കർ ഗ്രില്ല്, Type C പോർട്ട്, മൈക്രോഫോൺ, പിന്നെ ഒരു സിം കാർഡ് സ്ലോട്ടും തന്നിട്ടുണ്ട്. ഫോണിൻ്റെ മുകൾ വശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ 3.5 mm ജാക്കും സ്പീക്കർ ഗ്രില്ലും പിന്നെ ഒരു നോയ്സ് ക്യാൻസലിംഗ് മൈക്കും നൽകിയിട്ടുണ്ട്. ഫോണിൻ്റെ വലതുവശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ വോളിയം റോക്കറും പവർ ഓൺ ഓഫ് ബട്ടണും നൽകിയിട്ടുണ്ട്. മറ്റൊരു എടുത്തു പറയേണ്ട ഫീച്ചർ എന്ന് പറഞ്ഞാൽ AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് ഈ ഫോണിനോടൊപ്പം നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ മുൻ വർഷത്തെ ഫോണായ നാർസോ 60ൽ അൾട്രാ വൈഡ് ക്യാമറ നൽകിയിരുന്നില്ല. പക്ഷേ ഇവിടെ പ്രൈമറി സെൻസർ എന്ന് പറയുന്നത് സോണിയുടെ IMX890 സെൻസറാണ്. 50 മെഗാപിക്സലിൻ്റെ ഒരു OIS സെൻസറാണ് ഈ ഫോണിനോടൊപ്പം നൽകിയിരിക്കുന്നത്. പിന്നെ അൾട്രാ വൈഡ് ഡെഡിക്കേറ്റഡായി ഒരു 8 മെഗാപിക്സൽ ക്യാമറയും നൽകിയിട്ടുണ്ട്. 2 മെഗാപിക്സൽ ക്യാമറ മാക്രോ സെൻസറായി നൽകിയിട്ടുണ്ട്. ഈ ഫോണിൽ 4K സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഈ ഫോണിൻ്റെ ക്യാമറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അണ്ടർ 20,000 റുപ്പീസിൽ ഈ ഒരു ടൈറ്റ് ബഡ്ജറ്റൊക്കെയാണ് നിങ്ങളുടേതെങ്കിൽ ദിസ് ക്യാമറ ഈസ് വെരി ഗുഡ്. നമ്മുടെ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിലുള്ള ഒരു ക്യാമറയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ സെൻസറാണ് ഈ ഒരു ബഡ്ജറ്റ് ലെവലിൽ അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ അതിൻ്റെ ക്യാമറ സാമ്പിൾസ് നമുക്ക് കാണാം. നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തൂ. നിങ്ങൾക്ക് ഇതിൻ്റെ കോൺട്രാസ്റ്റോ, ബ്രൈറ്റ്നെസ്, ക്ലാരിറ്റി, ഇൻഡോർസിലും ഔട്ട്ഡോർസിലുമായി വ്യത്യസ്ത ലൈറ്റിംഗ് കണ്ടീഷൻസിലെടുത്ത ഫോട്ടോസും വീഡിയോസും നിങ്ങൾക്ക് എങ്ങനെ തോന്നിയെന്ന് കമൻസിൽ രേഖപ്പെടുത്തുക ഗൈസ്. ഇതിൻ്റെ പ്രൈമറി ക്യാമറയായ സോണി IMX890 സെൻസർ ഉപയോഗിച്ച് 4K 30 FPS വരെ വീഡിയോസ് നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഫോണിൻ്റെ അൾട്രാ വൈഡും ഫ്രണ്ട് ക്യാമും 1080p 30 FPS വരെ വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. ക്യാമറയുടെ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാതരം മോഡുകളും നമുക്കിതിൽ ലഭ്യമാണ്.
നൈറ്റ് മോഡ്, സ്ട്രീറ്റ് മോഡ്, ഫോട്ടോഗ്രാഫി മോഡ്, പോർട്രേറ്റ്, സാധാരണ ഫോട്ടോ മോഡ്, സ്ലോ മോഷൻ, ടൈം ലാപ്സ്, ഡ്യുവൽ വീഡിയോ മോഡും ഇതിൽ ലഭ്യമാണ്. ഓട്ടോ സൂം ഫീച്ചർ ഈ ഫോണിൻ്റെ മറ്റൊരു എടുത്തു പറയേണ്ട സവിശേഷതയാണ്. നമ്മൾ ഇൻഡോർസിൽ ലോ ലൈറ്റ് കണ്ടീഷൻസിൽ ഫോട്ടോസ് എടുത്തു പറയാതെ വയ്യ. ലോ ലൈറ്റ് കണ്ടീഷനായിട്ടും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള നല്ല നോയ്സ് കുറവുള്ള ഫോട്ടോസ് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അടുത്തതായി ഫോണിൻ്റെ ഡിസ്പ്ലേയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 6.69 ഇഞ്ചസ് വരുന്ന ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് ഈ ഫോണിനോടൊപ്പം നൽകിയിരിക്കുന്നത്. 120 Hz റിഫ്രഷ് റേറ്റും 2200 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്ന ഒരു കിടിലൻ ഡിസ്പ്ലേ ആണ് നാർസോക്കാർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഡിസ്പ്ലേയുടെ പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 2000 നിറ്റ്സ് ബ്രൈറ്റ്നസ് ആണ്. നമ്മുടെ ഔട്ട്ഡോർ വിസിബിലിറ്റിക്ക് യാതൊരു തരം പ്രശ്നങ്ങളും വരില്ല. ഫോൺ HDR10 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു നോക്കുമ്പോൾ പഞ്ചി കളേഴ്സാണ് ഇതിൻ്റെ ഔട്ട്പുട്ടായി നമുക്ക് ലഭിക്കുന്നത്. വളരെയധികം അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ്. ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ ബെസൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആവറേജിനേക്കാളും കുറച്ചും കൂടെ ചെറിയ സൈസ് ബെസൽസാണ് നമുക്ക് ഈ ഫോണിനോടൊപ്പം ലഭിക്കുന്നത്. ഈ ഫോണിൽ ഒരു പഞ്ച് ഹോൾ സെറ്റപ്പാണ് നൽകിയിരിക്കുന്നത്. 16 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറ. നമുക്ക് ഈ ഫോണിൻ്റെ പെർഫോമൻസ് സൈഡിലേക്കൊന്ന് പോകാം. ജനറലി നാർസോ ഫോൺസ് എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് സെൻട്രിക് ഫോണാണ്. പക്ഷേ ഈ ഒരു ഫോണിൽ നമുക്ക് പെർഫോമൻസും ക്യാമറ പെർഫോമൻസും അടിപൊളിയായിട്ട് കാണാനായി സാധിക്കും. കാരണം ഈ ഫോണിൽ നൽകിയിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ MediaTek Dimensity 7050 പ്രോസസ്സറാണ്. ഒരു 5G പ്രോസസ്സറാണ്. വളരെയധികം കേപ്പബിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സർ തന്നെയാണ്. ഈ പ്രോസസ്സറിൻ്റെ അന്തുതു സ്കോർ വരുന്നത് 6 ലക്ഷത്തിന് മുകളിലാണ്. ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ 6 ലക്ഷത്തിന് മുകളിൽ വരുന്ന പ്രോസസ്സേഴ്സ് വിശ്വസിച്ച് തന്നെ വാങ്ങാനായി സാധിക്കും. ഈ ഫോണിൽ 8 GB റാമാണ് ബേസ് വേരിയൻ്റായി വരുന്നത്. LPDDR4X റാമും UFS 3.1ൻ്റെ സപ്പോർട്ടും നൽകിയിട്ടുണ്ട്. മോസ്റ്റ് സർപ്രൈസിംഗ്ലി ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്ക് UFS 3.1 സ്റ്റോറേജ് ലഭിക്കുന്നുണ്ട്. അത് ഒരു വലിയ കാര്യമാണ്. ഗെയിമിങ്ങിലും ഹെവി ആയിട്ടുള്ള മൾട്ടി ടാസ്കിങ്ങിലും ഈ UFS 3.1 വളരെയധികം സഹായകരമാണ്. ഈ ഫോണിൻ്റെ ഗെയിമിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈൽസ് നമുക്ക് 90 FPS വരെ കളിക്കാനായിട്ട് സാധിക്കും. പിന്നെ ബാക്കി ഗെയിമിങ്സ് എല്ലാം നമുക്ക് ഹയസ്റ്റ് സെറ്റിങ്സിൽ 40 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ എൻജോയ് ചെയ്യാനായി സാധിക്കും. BGMI ഗെയിംസ് എല്ലാം നമുക്ക് ഗ്രാഫിക്സ് സ്മൂത്ത് എക്സ്ട്രീം വരയ്ക്ക് ലഭിക്കും. അടുത്തതായി നമുക്ക് ഈ ഫോണിൻ്റെ ബാറ്ററിയിലേക്ക് വരാം. 5000 mAh ബാറ്ററിയാണ് ഈ ഫോണിനോടൊപ്പം നൽകിയിരിക്കുന്നത്. സാധാരണ ഇതേ ബഡ്ജറ്റ് റേഞ്ചിൽ ചില കമ്പനിക്കാർ ചാർജർ ബോക്സിൽ നിന്നും ഒഴിവാക്കി സെപ്പറേറ്റ് വിൽക്കുന്ന ഒരു മാർക്കറ്റ് നിലനിൽക്കെ റിയൽമിക്കാർ ബോക്സിൻ്റെ അകത്ത് തന്നെ ഒരു ഫാസ്റ്റ് ചാർജർ നൽകിയിരിക്കുകയാണ്. 6 നാനോമീറ്റർ ബേസ്ഡായ പവർ എഫിഷ്യൻറ്റ് പ്രോസസ്സറാണ് ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ നോർമൽ ഡേ ടു ഡേ യൂസേജ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ദിവസത്തിന് മുകളിൽ ഉറപ്പായും ബാറ്ററി ബാക്കപ്പ് ലഭിക്കും. ഹെവി യൂസേജാണ് ചെയ്യുന്നത് എങ്കിൽ ഈസിലി ഒരു ദിവസത്തെ ബാറ്ററി ബാക്കപ്പ് നമുക്ക് ലഭിക്കും. ഈ ഫോണിൻ്റെ സോഫ്റ്റ്വെയർ വശത്തേക്ക് പോയി കഴിഞ്ഞാൽ വളരെ കുറച്ച് ബ്ലോട്ട്വെയർസാണ് ഈ ഫോണിൽ നമുക്ക് കാണാനായി സാധിക്കുന്നത്. ഇതുവരെ ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും ക്ലീനസ്റ്റ് ആയിട്ടുള്ള റിയൽമി UI ആണ് നമുക്ക് കാണാനായി സാധിക്കുക. ഈ ഫോണിൽ റിയൽമി UI 5.0 ആണ് വരുന്നത്. ഔട്ട് ഓഫ് ദ ബോക്സ് ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് വേർഷൻ ആൻഡ്രോയിഡ് 14 ആണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. ഈ ഫോണിനോടൊപ്പം 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 3 വർഷത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റുമാണ് റിയൽമി പ്രോമിസ് ചെയ്തിരിക്കുന്നത്.
ഈ ഫോണിൽ ഡൈനാമിക് ഐലൻഡ് ഫീച്ചേഴ്സും വരുന്നുണ്ട്. പക്ഷേ സ്വിഗ്ഗി, സൊമാറ്റോ പോലുള്ള ചില ആപ്പുകൾ യൂസ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷനായി മുകൾ വശത്തായാണ് വരുന്നത്. ഈ ഫോണിൽ വരുന്ന എക്സ്ട്രാ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫോണിനോടൊപ്പം സ്മാർട്ട് ചാർജിങ് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഈ ഫോണിൽ എടുത്തു പറയേണ്ട മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് എയർ ഗെസ്റ്റേഴ്സ് ഫീച്ചറാണ്. ഈ ഫോണ് തൊടാതെ തന്നെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനായി സാധിക്കും. വിശ്വാസമാകുന്നില്ല അല്ലേ? നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മുടെ വിരലുകളും കൈകളും ഉപയോഗിച്ച് നമുക്ക് ഫോണിനെ സ്വൈപ്പ് ചെയ്യാനായി സാധിക്കും. ഹോം സ്ക്രീനിലോട്ട് വരാനായി സാധിക്കും. ബാക്ക് സ്ക്രീനിലോട്ട് പോകാനായി സാധിക്കും. അങ്ങനെ കുറേ അധികം ഫീച്ചേഴ്സ് നൽകിയിട്ടുണ്ട്. സ്ക്രീൻഷോട്ട്സ് എടുക്കാനായി സാധിക്കും. ഈ ഫോണിൽ റെയിൻ വാട്ടർ ടച്ച് ഫീച്ചർ നൽകിയിട്ടുണ്ട്. നമ്മുടെ കൈ വിയർക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ കയ്യിൽ ചെറുതായിട്ട് വെള്ളമുണ്ടെങ്കിലോ നമ്മുടെ ടച്ച് സ്ക്രീന് പ്രോപ്പറായി വർക്ക് ചെയ്യണമെന്നില്ല. പക്ഷേ ഈ ഫോണിൽ അത്തരം ഒരു പ്രശ്നം വരില്ല എന്നാണ് റിയൽമിക്കാർ പറഞ്ഞിരിക്കുന്നത്. ഈ ഫോണിൻ്റെ മൾട്ടിമീഡിയ സെഗ്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ 120 Hz AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് വളരെയധികം സ്ക്രീന് വൈബ്രൻറ്റും ബ്രൈറ്ററുമാണ്. ഡിസ്പ്ലേ വളരെയധികം വിഷ്വൽ പ്ലീസിംഗ് ആണ്. അതിനോടൊപ്പം തന്നെ ഹൈ റെസല്യൂഷൻ ഓഡിയോ ഡ്യുവൽ സ്പീക്കറാണ് നൽകിയിരിക്കുന്നത്. സ്പീക്കേഴ്സ് വളരെയധികം ലൗഡാണ്. ക്വാളിറ്റി നല്ലതാണ്. നമ്മുടെ ഡേ ടു ഡേ മൾട്ടിമീഡിയ എക്സ്പീരിയൻസിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും വരില്ല. പിന്നെ യൂട്യൂബിൽ 4K 60 FPS HDR എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഫോണിൽ നെറ്റ്ഫ്ലിക്സിൽ HDR സപ്പോർട്ട് നൽകിയിട്ടില്ല. നമ്മുടെ ഈ 8GB ബേസ് റാം വേരിയൻറ്റിൽ 16GB റാം വരെ ആക്കുവാനായി സാധിക്കും. ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ TUV SUD സർട്ടിഫൈഡ് ആണ്. ഈ ഫോണിൻ്റെ ടച്ചിനും സ്വൈപ്സിനും ഫ്ലുവൻസിക്കും അടുത്ത 4 വർഷത്തേക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും വരില്ല എന്ന് സർട്ടിഫൈഡ് ആണ്. ക്വിക്ക്ലി നമ്മൾ ഈ ഫോണിൻ്റെ സെൻസേഴ്സിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് ഈ ഫോണിൽ നൽകിയിരിക്കുന്നത്. ഫേസ് അൺലോക്ക്, Wi-Fi 6, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വേർഷൻ 5.2, പിന്നെ 9 5G ബാൻഡ്സാണ് ഈ ഫോണിൽ നൽകിയിരിക്കുന്നത്. ഈ ഫോണിൽ NFC സപ്പോർട്ട് ഇല്ല. Wi-Fi കോളിംഗ്, സ്മാർട്ട് 5G ഫീച്ചേഴ്സും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഫോണിൽ ഡ്യുവൽ നാനോ സിം സപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത്. 2 സിം സ്ലോട്ടിലും 5G സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഈ ഫോണിൻ്റെ SAR വാല്യൂസ് വിത്തിൻ ലിമിറ്റ്സ് ആണ്. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ. ജനറലി ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ ഈ ഫോൺ ഒരു വാല്യൂ ഫോർ മണി ഫോണാണ്. ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ, ഒരു ടൈറ്റ് ബഡ്ജറ്റാണ് നിങ്ങളുടേത് എങ്കിൽ, ഒരു 18,000 ഇല്ലെങ്കിൽ 20,000 ബഡ്ജറ്റ് റേഞ്ചിലാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഈ ഫോൺ കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. പ്രോസസ്സർ ഇല്ലെങ്കിൽ ഗെയിമിങ്ങിന് വേണ്ടിയാണ് നിങ്ങൾ ഫോൺ എടുക്കുന്നതെങ്കിൽ വേറെയും നല്ല ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഒരു നല്ല ക്യാമറ ഫോൺ, നല്ല സ്പെസിഫിക്കേഷനുള്ള ഫോൺസാണ് നിങ്ങൾ ജനറൽ ഡേ ടു ഡേ യൂസേജിനൊക്കെയാണ് ഈ ഫോൺ എന്ന് പറഞ്ഞാൽ ഈ ഫോൺ നിങ്ങൾക്ക് കണ്ണടച്ചെടുക്കാം. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ഫോൺസ് ബഡ്ജറ്റ് റേഞ്ചിൽ ഫ്ലാഗ്ഷിപ്പ് ഫീച്ചേഴ്സുമായിട്ട് വരും കാലത്ത് വരികയാണെങ്കിൽ മറ്റ് കമ്പനിക്കാരും അതിനെ വെല്ലുന്ന തരത്തിൽ റീസണബിൾ പ്രൈസിൽ നല്ല പുതിയ ടെക്നോളജി യൂസ് ചെയ്ത് പുതിയ നല്ല ഫോണുകൾ ഇനിയും വരട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ദിസ് ഇസ് മീ സൈനിങ് ഓഫ്. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ കീപ് വാച്ചിങ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ സേഫ്.